ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കി നോക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും അറിയണതൊക്കെ തന്നെയാണ്, എന്നാലും എൻ്റേതായ രീതിയിൽ ഞാൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വലിയ സവാള ചെറുതായി ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം. കട്ട്ലറ്റൊക്കെ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സവാള ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2-3 പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നന്നായി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അത് കഴിയുമ്പോഴാണ് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, തക്കാളിയൊന്നും ചേർക്കരുത് കേട്ടോ ഈ ഒരു മസാലയിൽ. അപ്പോൾ ചേർത്ത് കൊടുത്ത പച്ചക്കറികൾ, അതായത് സവാളയും പച്ചമുളകും ഒക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പകുതി ഉപ്പേ ചേർക്കണുള്ളൂ. ബാക്കി നമുക്ക് പൊട്ടാറ്റോ വേവിച്ചത് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പിട്ട് വേവിച്ച ചിക്കൻ നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിക്കൻ ചേർക്കുന്ന സ്റ്റെപ്പ് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെജ് കട്ട്ലേറ്റ് ആയിട്ടും തയ്യാറാക്കാം കേട്ടോ. അത്രേ ഉള്ളൂ ചിക്കൻ കട്ട്ലേറ്റും വെജ് കട്ട്ലേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഇളക്കിയെടുക്കണേ. അതുപോലെ തന്നെ പൊട്ടാറ്റോ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അവിടെ, അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടാറ്റോ ഉപ്പിട്ട് വേവിച്ചത്. തോല് കളയാതെ വേവിക്കണേ. തോല് കളയാതെ പൊട്ടാറ്റോ അങ്ങനെ തന്നെ വേവിച്ചിട്ട് തോല് ഉരിച്ച് കളയുക. അതിനുശേഷം ഇതുപോലെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്, അതും ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ പൊട്ടാറ്റോ വെന്ത് കിട്ടണം. അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് അധികം വേവിക്കരുത്. പൊട്ടാറ്റോയുടെ ഉള്ളിൽ അധികം വെള്ളം കയറാൻ പാടില്ല. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റ് നമ്മുടെ ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ നല്ലതുപോലെ മിക്സാക്കി ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണേ. അതായത് വെള്ളത്തിൻ്റെ അംശം കുറച്ചുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ തയ്യാറാക്കുമ്പോൾ പൊട്ടാറ്റോ ഒരുപാട് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് എനിക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊട്ടാറ്റോയുടെ ഉള്ളിൽ അധികം വെള്ളം കയറരുതെന്ന്. ഇനിയിപ്പോൾ ഇഡ്ഡലിത്തട്ടിയിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിക്കുകയാണെങ്കിലും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ മിക്സായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കോട്ടിങ് തയ്യാറാക്കാവേ. അപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം മുട്ട വല്ലാതെ ഒരു കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം പാലോ അല്ലെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത് മൈദ ചേർത്തുകൊണ്ട് ചിലപ്പോൾ കുറച്ചൊരു തിക്നെസ് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ ഒരു മിക്സ് ഇനി നല്ലതുപോലെ കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. കാരണം നമ്മൾ ലാസ്റ്റ് ചേർത്ത് ഉപ്പൊക്കെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മാവ് നല്ലതുപോലെ കുഴച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാവേ. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിനുള്ള ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. അത്യാവശ്യം തിക്നെസ്സിൽ വേണമെന്ന് വെച്ചാൽ അത്രയും വലിപ്പമുള്ള ബോൾസ് ആക്കുക. അപ്പോൾ കുഞ്ഞു കട്ട്ലേറ്റ് ആണ് വേണമെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ പരത്തിയെടുക്കാം കേട്ടോ. അതൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഞാൻ ചിക്കൻ്റെ അളവ് ഇവിടെ പറയണില്ല കേട്ടോ. ചിക്കൻ അത്യാവശ്യം അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ചിക്കൻ കട്ട്ലേറ്റ്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പൊട്ടാറ്റോ എന്ന് പറയുന്നത് ഒരു 3 മീഡിയം സൈസ് പൊട്ടാറ്റോസാണ് കേട്ടോ വേവിച്ചെടുത്തിരുന്നത്. ചിക്കൻ ഒരു 100 ഗ്രാംസും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ചിക്കൻ കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ബോൾസ് പരത്തി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അങ്ങനെയല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ചപ്പാത്തിയുടെ കോല് വെച്ചൊന്ന് പരത്തി കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു വട്ടത്തിലുള്ള ഷേപ്പിലുള്ള മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒരേ ഷേപ്പിന് കിട്ടും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് കൈ വെച്ച് തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളവ് മാറിപ്പോവും, അതൊന്നും വിഷയമല്ല.
അപ്പോൾ ഇതെല്ലാം അതേപോലെ റെഡിയാക്കി എടുത്തിട്ട് ഇനി നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ മുട്ടയുടെ മാവിൽ മുക്കിയിട്ട് റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് കേട്ടോ, ബ്രെഡ് ക്രംസ് ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല മൊരി ഇരിക്കണ കണ്ടിട്ടില്ലേ, അത് 2 പ്രാവശ്യമൊക്കെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ റസ്ക് പൗഡറിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കണത്. അപ്പോൾ അതൊന്ന് നല്ലപോലെ കോട്ട് ചെയ്ത് 2-3 പ്രാവശ്യം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചധികം ക്രംസ് അതുമ്മ ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ല ക്രിസ്പിനെസ് വരും കേട്ടോ. അപ്പോൾ എല്ലാം ഇതേപോലെ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ കോട്ട് ചെയ്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് എല്ലാതും ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ വരണ വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ആക്കിയെടുക്കാം. കാരണം ഉള്ളിലുള്ള മാവ് ഓൾറെഡി കുക്ക്ഡാണ്, ചിക്കൻ ആയാലും പൊട്ടാറ്റോസ് ആയാലും. സോ നമുക്ക് പുറമേ ഉള്ള ആ ഒരു ക്രംസ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മാത്രം മതി. സോ അതിനനുസരിച്ച് നല്ല ഓയിലിൽ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് മറച്ചിട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടും. സ്ലോ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ ഒരുപാട് എണ്ണ കുടിക്കും. അപ്പോൾ അതിനും നല്ലത് ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് മറച്ചിട്ട് എടുക്കണതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാവും കട്ട്ലേറ്റ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ഈസി ആയിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കിനും അതുപോലെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ, ടിഫിനായിട്ടൊക്കെ. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ട് ഈ ഒരു ഈസി മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ടേസ്റ്റി കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾറെഡി എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡഡ് ആണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കുട്ടികൾക്കൊക്കെ പറ്റിയതായാലും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഡിഷസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ്സ് ഒക്കെ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. എല്ലാതും ഞാനിനി പ്ലേറ്റിലേക്ക് മാറ്റാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി കട്ട്ലേറ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.